ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ദേവിക. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഫിസിക്സ് എക്സാമിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ്. എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു മീഡിയം ടു ടഫ് പേപ്പർ പോലെയാണ് എനിക്ക് തോന്നിയത്. ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വായിച്ചപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് കൺഫ്യൂഷനൊക്കെ ആയി. പിന്നെ അത് ഇങ്ങനെ വായിച്ച് വന്നപ്പോൾ പിന്നെ മനസ്സിലായി ഓക്കെ, മീഡിയം പേപ്പറാണ്, ആവറേജ് പേപ്പറാണ്. നല്ല ഞാൻ വിചാരിച്ച ഭയങ്കര ബുദ്ധിമുട്ടാവും. എനിക്ക് ടൈം മാനേജ്മെൻറ്റ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഞാൻ ഏതൊക്കെ ആൻസേഴ്സ് എഴുതിയെന്ന്, നിങ്ങളൊക്കെ ഏത് ആൻസേഴ്സ് എഴുതിയെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ലായിരുന്നു, അപ്പോൾ ഞാനത് വിട്ടു. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പൊളാരിറ്റി ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ലെൻസസ് ലോ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ വേവ് ലെങ്ത്തിൻ്റെ ഓർഡറിൽ പഠിച്ചാൽ ഞാൻ ഫുൾ ആദ്യം വേവ് ലെങ്ത്തിൻ്റെ ഓർഡറിൽ എഴുതി നോക്കി, എന്നിട്ട് ഞാൻ അതിൻ്റെ നേരെ റിവേഴ്സ് എടുത്തിട്ട് അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ n² R0 എന്നാണ് ഉത്തരം എന്ന് വിചാരിച്ചത്. പിന്നെയാണ് ഞാൻ രണ്ടാമത് ഇരുന്ന് വായിച്ചപ്പോഴാണ് മനസ്സിലായി ഓക്കെ സെക്കൻഡ് ഓർബിറ്റൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 4R0 തന്നെ എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ മോഡൽ എക്സാമിൻ്റെ സെയിം മോഡലായി കാരണം അത് എളുപ്പമായിരുന്നു. ഏഴാമത്തെ ന്യൂക്ലിയർ ഫ്യൂഷനാണ് ഞാൻ എഴുതിയത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ഡെറിവേഷൻ പോലെ പഠിക്കാനുണ്ടായിരുന്നു തന്നെയായിരുന്നു, ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ലായിരുന്നു, അപ്പോൾ ഞാൻ അങ്ങനെ അത് വിട്ടു. പത്താമത്തെ ക്വസ്റ്റ്യൻ AC എന്ന് പറഞ്ഞ പാഠത്തിയാണ്, അപ്പോൾ അത് നല്ല എളുപ്പമായിരുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ അത് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല, പിന്നെ അത് കുറച്ച് നേരം ഇരുന്ന് നോക്കിയപ്പോൾ മനസ്സിലായി. ടൈം മാനേജ്മെൻറ്റ് ചെറിയ ബുദ്ധിമുട്ട് തോന്നി, കാരണം ഓരോ ക്വസ്റ്റ്യനും ഞാൻ കുറേ ടൈം എടുത്ത് വ്യക്തമായിട്ടിരുന്ന് നോക്കിയിട്ടാണ്. കാരണം തിരക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വിട്ടു പോകാറുണ്ട് എഴുതാനൊക്കെ, അപ്പോൾ അത് വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ നല്ല രീതിക്ക് ടൈം എടുത്ത് ചെയ്ത കാരണം ലാസ്റ്റ് പെട്ടെന്ന് എഴുതി തീർത്തിട്ടാണ് ഞാൻ കൊടുത്തത്. ഞാൻ ടൈ ചെയ്യാൻ മറന്നു, എന്നിട്ട് ഇൻവിജിലേറ്റർ വന്നിട്ടാണ് പറഞ്ഞത് ടൈ ചെയ്യണം, അങ്ങനെ കൊടുത്തു. 12th ക്വസ്റ്റ്യൻ ഡിഫൈൻ വേവ് ഫ്രണ്ട് ഞാൻ പഠിച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ബി ക്വസ്റ്റ്യൻ അത് ഡയറക്റ്റ് തന്നെയായിരുന്നു, പക്ഷേ ഞാനത് പഠിച്ചത് ഇന്ന് രാവിലെ ആയിരുന്നു. ഇന്ന് ഞാൻ പോകാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ലാസ്റ്റ് നോക്കിയ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ നോക്കിയ ക്വസ്റ്റ്യൻ ആയിരുന്നു ആ വേവ് ഫ്രണ്ട് വരയ്ക്കാനുള്ളത്, അപ്പോൾ അത് അങ്ങനെ എഴുതാൻ പറ്റി. അതുപോലെ തന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ അയണൈസേഷൻ എനർജി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വാല്യൂ ഓഫ് ഹൈഡ്രജൻ ആറ്റും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇതുപോലത്തെ ഒരു മോഡൽ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ന്യൂമറിക്കലിൻ്റെ. അത് തന്നെ എനിക്ക് എളുപ്പമായിട്ട് തോന്നി. വേറെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു, ഞാൻ മുന്നേ ചെയ്ത് നോക്കിയ കാരണം എനിക്ക് എളുപ്പമായിരുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ അതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ഡെറിവേഷനൊക്കെ ഞാൻ നല്ലോണം ചെയ്ത് പഠിച്ച കാരണം ടോർക്കിൻ്റെ ഒക്കെ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റി. 16ാമത്തെ ക്വസ്റ്റ്യൻ ഇക്വിപ്പൊട്ടൻഷ്യൽ സർഫസ്, അത് ഒരുപാട് PYQ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്, അപ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയത്. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും അതേ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ അതും ഒരുപാട് PYQ കണ്ടിട്ടുണ്ട്. പിന്നെ 18ാമത്തെ ക്വസ്റ്റ്യൻ സ്നെൽസ് ലോയുടെ ഡെറിവേഷൻ, അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി. 20ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് A അറിയായിരുന്നു, ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. Bയുടെ ഞാൻ അതിൽ തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തെഴുതി, അതിൻ്റെ ഇക്വേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി, പക്ഷേ ഇക്വേഷൻ കണ്ടുപിടിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി. നമുക്ക് വാല്യൂ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടാണ് കിട്ടിയതെങ്കിലും പക്ഷേ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയത്. കുറച്ച് നേരം ഇരുന്നിട്ട് വേണമായിരുന്നു കണ്ടുപിടിക്കാൻ. അതുപോലെ തന്നെ മോഡലിന് ചോദിച്ച പോലെ തന്നെ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഇനിയായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 22nd ക്വസ്റ്റ്യൻ വന്നിട്ട് കപ്പാസിറ്ററിൻ്റെ ആയിരുന്നു. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഞാൻ എക്സാമിലേക്ക് കയറുന്നതിന് മുന്നേ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് കയറിയ ക്വസ്റ്റ്യൻ ആയിരുന്നു പാരലൽ കപ്പാസിറ്ററിൻ്റെ, അപ്പോൾ അത് ഭയങ്കരമായിട്ട് എളുപ്പമായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ആ സ്ലോപ്പ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ തലേന്ന് ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ പെട്ടെന്ന് തന്നെ, അങ്ങനെ അതിൻ്റെയും ഭയങ്കര എളുപ്പമായിട്ട് തന്നെ തോന്നി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിരുന്നത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ പ്ലീസ് സപ്പോർട്ട് മീ ഗൈസ്.